ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉണ്ടാക്കണം. ഏകദേശം നമ്മുടെ ഉണ്ട റെഡിയാണ് കേട്ടോ. ഉണ്ടോ ഈ കുളത്തിയോളം നമുക്ക് ഇതിങ്ങനെ വെച്ച് അമർത്തണം. അമർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൂത്തി വെക്കുക. കാരണം ഇതിങ്ങനെ കാണാൻ പാടില്ല. കുളത്തി ഇങ്ങനെ ഉള്ളിൽ പൂത്തി വെക്കണം. നല്ല മീൻ വന്നിങ്ങനെ കടിക്കുന്ന സമയത്ത് ചുണ്ടത്തിങ്ങനെ കുളത്തുള്ളൂ. ഇതങ്ങനെ വെച്ചമർത്തുക, ഉള്ളിക്കാക്കുക, കാണാത്ത രീതിയിലാക്കുക. ഉണ്ടോ ഒരു ബോംബ് സെറ്റാണ്. ഇതാണ് സ്പൈഡർ ഹുക്കിൽ നമ്മൾ ഉണ്ടുണ്ടാക്കിയിട്ട് എറിയാൻ പറയില്ലേ. ഇതണ്ട നിറച്ച് കുളത്തികളാവും. ഇത് എവിടെ കൊത്തിയാൽ, വലിയ മീൻ എവിടെ കൊത്തിയാലും ചുമ്മാ അടിക്കും. അതാണ് ഇത് സ്പൈഡർ ഹുക്കിൻ്റെ പ്രത്യേകത. കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇത് നമ്മൾ കൊണ്ടിട്ട് എറിക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുക. കണ്ടോ, ഇതാണ് സ്പൈഡർ ഹുക്ക്. ഇത് നമ്മുടെ രണ്ടാമത്തേത് കേട്ടോ. ഇത് ചെറുതാണ്, ഇതിൽ കുറച്ച് കുളത്തിയുള്ളൂ. അപ്പോൾ ഇതും കൂടി സെറ്റാക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബോംബും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുളത്ത് പോയിട്ടേ എറിയാം. ഇതാണ് കേട്ടോ കുളം. ഞാൻ പല വീഡിയോയും കാണിച്ചിട്ടുണ്ടാവും. ഇതാണ് ഇവിടുത്തെ അമ്പലക്കുളം. ഇതിലാണ് നമുക്ക് മീൻ പിടുത്തം. നമുക്ക് നോക്കി നോക്കാം. നല്ല മഴ കേട്ടോ, നല്ല കാറ്റും മഴയാണ്. നമ്മൾ ചൂണ്ടിലിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂർ നിന്ന് പെയ്തുകൊണ്ട് ഇപ്പോൾ ഏകദേശം മഴയൊക്കെ തുറന്നിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ചൂണ്ടലിട്ടിട്ട് നമുക്ക് മീൻ കിട്ടിയാണ് കേട്ടോ. കുളത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുളത്തിൽ കുടിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് നമ്മൾ കാണിക്കുന്നത്. കുറച്ച് നേരത്തെ മഴയും കുറച്ച് നേരത്തെ വെയിലും എല്ലാം കൊണ്ടിട്ട് ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ സാധനം ഇട്ടത്. ചെറുതെ കാണിച്ചാലും നമുക്ക് കിട്ടി. നമ്മുടെ പ്ലാന് സക്സസ് ആയാണ് എന്തായാലും. ചെറിയൊരു മൃഗാലയുടെ കുട്ടിയാട്ടാ, കണ്ട. ഇതാണ് നമ്മൾ ബോംബിട്ടിട്ട് കിട്ടിയത്. നമുക്കിതിനെ പെട്ടെന്നൊന്ന് സൂട്ടാക്കാം. ആദ്യം നമുക്ക് എല്ലാ മീൻ ചെയ്യുന്ന പോലെ നമുക്ക് ചെളുക്കളയാം. ചെളുക്കള വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എല്ലാം കൊത്തി കൊത്തിയിട്ട് കളയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആണെങ്കിൽ മണ്ടാച്ചാലും പോരട്ടോ, അല്ലാക്കിൻ്റെ ബല. നമ്മൾ എത്ര തന്നെ സാധാ കൊത്തുത്തിയാലും സംഭവം മുറിയില്ല. നല്ല മല്ലുകെട്ടാണ് ഉണ്ടോ. അതാണ് അംഗം. അപ്പം നമ്മുടെ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കുക. ഓക്കെ. അയ്യവ സെറ്റ്. അങ്ങനെ നമ്മുടെ മീനൊക്കെ സെറ്റായിരുന്നു. കണ്ടോ, ചോറും മീനും. ഇതാണ് മീൻ കേട്ടാ, നമ്മുടെ മൃഗാലയുടെ കുട്ടി ആ ഉണ്ടാ ഫ്രൈ തന്നെ. കുറച്ച് മീൻ കറി ഉണ്ട്, തല ഇട്ടിട്ട് പുളി വെച്ച മീൻ കറി ഉണ്ട്. വേണ്ട ഇതൊക്കെ ചോറിക്കട് വയ്ക്കുക. ഉണ്ടോ, നമുക്ക് കഴിച്ചോക്കാം, രണ്ട് നോക്കി നോക്കാം. സൂപ്പർ. കുളത്തിലെ മീൻ ടേസ്റ്റ് പറയാം. നമ്മുടെ കടലിലെ മീനും പുഴയിലെ മീനും നമ്മുടെ കുളത്തിലെ മീനും ഒക്കെ ടേസ്റ്റ് വ്യത്യാസമാണ്.
ഇതെന്തായാലും കുളത്തിന് മീനിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇത് ഫുള്ളായിട്ട് തിന്നേയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.